മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരിയിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ച ഉണ്ടാവട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് ഏലിയ സ്ലീവ മൂശാക്കാലം 1-ാം ഞായർ നമ്മൾ ആരംഭിക്കുകയാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തന്നെ നമുക്കറിയാം. ഈശോ നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണമാണ് എന്ന് തിരുസഭ പഠിപ്പിക്കുന്ന കാലമാണ്. നിയമത്തെ പ്രവാചകന്മാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഏലിയായും അതിൻ്റെ രണ്ടിൻ്റെയും പൂർത്തീകരണമായ ഈശോ, അതാണ് സ്ലീവ കുരിശ്. താബോർ മലയിൽ നമ്മൾ കണ്ട ആ ഈശോയുടെ രൂപാന്തരീകരണ വേളയിലെ അനുഭവം മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഉചിതമായിരിക്കും. ഈ 1-ാം ഞായറാഴ്ച അന്ധന് കാഴ്ച നൽകുന്ന ഒരു സുവിശേഷ ഭാഗം തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ, ഇനി അങ്ങോട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെടുത്തി കടന്നു പോകുന്നതാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകും. സമാന്തര സുവിശേഷങ്ങളിലൊക്കെ ഒരുപോലെ നമ്മൾ കാണുന്ന ഒരു വചനഭാഗമാണ്. വ്യത്യാസമുള്ളത് നിസ്സാര കാര്യങ്ങളിൽ മാത്രം. ഉദാഹരണത്തിന് ഇന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ അന്ധന് കാഴ്ച ഒരുവനേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ ഇതേ ഭാഗം തന്നെ 2 അന്ധന്മാരെന്ന് പറഞ്ഞ് ബാക്കി സാഹചര്യങ്ങളൊക്കെ ഇതുതന്നെയാണ്. വീണ്ടും മർക്കോസിലേക്ക് വരുമ്പോൾ ഒരന്ധനാണെങ്കിൽ അവന് പേരുണ്ട്, തിമേയുസിൻ്റെ പുത്രനായ ബർത്തിമേയുസ്. പക്ഷേ സംഭവങ്ങളുടെ വിവരണമെല്ലാം തന്നെ ഏകദേശം സാമ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ സമാന്തര സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ ഭാഗം നമ്മെ നയിക്കുന്നത് വലിയൊരു സത്യത്തിലേക്കാണ്. വെളിച്ചത്തിൻ്റെ ഉൾക്കാഴ്ചയുടെയും ശാരീരിക കാഴ്ചയുടെയും ഒക്കെ വലിയ ഒരു സത്യത്തിലേക്ക്. പ്രിയമുള്ളവരെ, ഈശോനാഥനെ ഈ ഏലിയ സ്ലീവ മൂശ കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ച നമ്മൾ ഈ വചനവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ, കാഴ്ചയുടെ, അകക്കണ്ണും പുറം കണ്ണും തുറക്കുന്നവൻ്റെ വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായി നമുക്ക് കാണാം. ഈ സംഭവം നമ്മളൊന്ന് വിചിന്തനത്തിനായി, ധ്യാനത്തിനായിട്ട് വെക്കുമ്പോൾ എത്രയോ നാടകീയമായ ഒരു അവതരണമാണ്. ഈശോ കടന്നു പോകുന്നു, വലിയ ജനക്കൂട്ടം അവൻ്റെ ഒപ്പമുണ്ട്, ഇതിൻ്റെ ആരവമുണ്ട്. അന്ധന് കാഴ്ചയില്ല, അവന് കേൾക്കാൻ കഴിയും, വലിയ ആരവം പോകുന്നു. നസ്രായനായ ഈശോയാണ് കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉറക്കെ നിലവിളിക്കുന്നു. മുൻപേ പോയിരുന്നവർ നിശബ്ദരാകാൻ കൽപ്പിക്കുന്നു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ ഈശോയെ പ്രഘോഷിക്കുന്നു, അല്ലെങ്കിൽ വിളിച്ച് കരയുന്നു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോ അത് കേൾക്കുന്നു, അവിടുന്ന് നിന്നു അവനെ തൻ്റെ അടുത്ത് കൊണ്ടുവരുവാൻ കൽപ്പിക്കുന്നു. അവൻ ഈശോയുടെ അടുത്തേക്ക് വരുന്നു. ഇവിടെ 2 കാര്യങ്ങൾ ഞാൻ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പൊതുജനത്തിൻ്റെ പൊതു സ്വഭാവം. ഒരുപക്ഷെ വഴിയരിയിലൊക്കെ ഇരിക്കുന്ന യാചകനായിട്ടുള്ളൊരു മനുഷ്യനെ ഒരു 10, 20, 25 പേര് കടന്നു പോയാലാണ് ഒരാൾ അതിൽ അവനെ ഗവനിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവഗണിച്ച് കടന്നു പോകും. അതൊരു വിൽഫുൾ ഇഗ്നോറൻസ് ആണ്, അറിഞ്ഞുകൊണ്ടുള്ള അവഗണനയാണത്. കാരണം അന്ധയാചകനാണ്, അവനെന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇരിക്കുന്നതാണ്.
ആരെങ്കിലും കൊടുക്കും എന്നുള്ള ധാരണയിലോ നമ്മുടെ തിരക്കൊണ്ടോ ഒക്കെ ഒരു 10, 25, 50 പേര് കടന്നു പോകുന്നതിൽ ഒരാൾ അവനെ ഗവനിച്ചെങ്കിലായി. അതുകൊണ്ട് തന്നെയാണ് ഇവൻ്റെ ശബ്ദം ഇവർക്ക് അരോചകമായിട്ട് തോന്നിയിട്ട് മിണ്ടായിരിക്കടാ, യേശു പോകുമ്പോഴാണോ നിൻ്റെ ഒച്ചയും ബഹളവും എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ശബ്ദം അരോചകമായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ട് അവരവനെ ശാസിച്ച് നിശബ്ദനാക്കുകയാണ്. ഇത് പൊതുജനത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇനി ഈശോയുടെ സ്വഭാവമോ? ഈശോയ്ക്ക് ആ ശബ്ദം അരോചകമായിട്ടല്ല തോന്നുക. കൂടുതൽ ഉച്ചത്തിൽ അവിടുന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ അവിടുന്ന് ആ ശബ്ദം കേൾക്കുകയാണ്. എന്നിട്ട് അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് പറയുകയാണ്. അപ്പോൾ നമുക്ക് അരോചകമായി തോന്നുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദത്തെ കാതിനിമ്പമുള്ളതാക്കി സ്വീകരിക്കുന്ന ഒരു തമ്പുരാനാണ് നമുക്കുള്ളത്. നമ്മുടെയൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്ന, വിലാപങ്ങൾ, കരച്ചിലുകൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ കേട്ടിട്ട് അതിന് തദനുസരണം ഉത്തരം നൽകുന്ന ഒരു ദൈവത്തെ നമ്മളിവിടെ കണ്ടുമുട്ടുന്നുണ്ട്, ഈശോനാഥനെ. ഈ 2 കാര്യങ്ങൾ, ഒരുപക്ഷെ മനുഷ്യഹൃദയത്തിൻ്റെ കരച്ചിൽ കേട്ടാൽ അത് അവഗണിക്കാനാവാത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ ആവിഷ്കാരമാണ് ഈശോനാഥൻ. അവനത് അവഗണിക്കാനാവില്ല. ഈ 2 കാര്യങ്ങൾ പശ്ചാത്തലമായിട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പിന്നീടുള്ള സംഭവങ്ങളിലേക്ക് വരുമ്പോൾ ഒന്ന് കാണാവുന്നൊരു കാര്യം, അന്ധൻ എന്ന് പറയുന്നവൻ ആലംബഹീനനാണ്, നിരാകരിക്കപ്പെട്ടവനാണ്, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ. പക്ഷെ അവനെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട്, അത് തർക്കമില്ലാത്തവർ. ഇപ്പം നമ്മളൊക്കെ തന്നെയും അങ്ങനെയുള്ളവരെ സഹായിക്കുന്നവരാണ്. കരുണ പറ്റിയിട്ടില്ലാത്ത, അവൻ്റെ കണ്ണിൻ്റെ ആ ഒരു നിസ്സഹാവസ്ഥയും നമ്മുടെ കണ്ണിൻ്റെ ആർദ്രതയും കൂടി ചേർന്ന് പോകുമ്പോൾ അവനെന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 25 പേരിലോ 50 പേരിലോ ഒരുവൻ നിന്ന് അവൻ എന്തെങ്കിലും സഹായിക്കും. പക്ഷെ ആരും ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കാറില്ല. എന്തെങ്കിലും കുറച്ച് നാണയത്തുട്ടുകളോ പൈസയോ ഇടും. ഇനി അങ്ങനെ ഒരുവൻ ചോദിച്ചെന്നിരിക്കട്ടെ, ഇനി അത്രയ്ക്ക് മനസ്സലിഞ്ഞ് ദാനശീലനായിട്ടുള്ള നല്ല ഒരു മനുഷ്യൻ അങ്ങനെ ചോദിച്ചെന്നിരിക്കട്ടെ, ഇവിടെ ഒരു ചെറിയ ഒരു വ്യത്യാസം നമുക്ക് കണ്ടെത്താനാവുക. താൽക്കാലിക ആശ്വാസമായി നാണയത്തുട്ടുകൾ ഇട്ട് കടന്നു പോകാം. ഇനി അവനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താ വേണ്ടത് എന്ന് നല്ല അലിവുള്ളൊരു മനുഷ്യൻ ചോദിച്ചാൽ അവനൊരു പക്ഷെ പറയാനുള്ളത് എന്താ, എനിക്ക് നല്ലൊരു പുറംകുപ്പായം വേണം. യഹൂദരുടെ പശ്ചാത്തലത്തിൽ തന്നെ അന്ധത ദൈവശാപമാണ്. അപ്പോൾ നീണ്ട മേലങ്കി ധരിച്ച ഒരാളെ കാണുമ്പോൾ ദൂരെ നിന്ന് മറ്റൊരു യഹൂദൻ ശപിക്കപ്പെട്ട ഇവൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ ഈ നീണ്ട പുറംകുപ്പായമാണ് അവർക്ക് കാഴ്ചയ്ക്കുള്ളത്. ഇവനെ കണ്ണ് കാണുകയില്ലല്ലോ. ബർത്തേമിയോസിൻ്റെ സംഭവത്തിലേക്ക്, മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതാ കാണുക. അവൻ ആ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് തുള്ളിച്ചാടി ഈശോയുടെ അടുത്തിലേക്ക് ചെല്ലുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട്. അത് അപ്പോഴും അവൻ അന്ധനാണ്, പക്ഷേ ഈശോ സുഖപ്പെടുത്തുന്ന വലിയ വിശ്വാസത്തിൽ അവൻ ആ പുറംകുപ്പായം ഊരി എറിയുന്നുണ്ട്. ഒരു നല്ല പുറംകുപ്പായം വേണം, അല്ലെങ്കിൽ എനിക്കിന്ന് നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇത്തിരി പൈസ കൂടുതൽ തരുമോ, മറ്റെന്തെങ്കിലും ആവശ്യമുണ്ട്, ഇതൊക്കെ ആയിരിക്കും പറയുന്നത്. എനിക്കുറപ്പുണ്ട്, ഞാൻ സാധാരണയിലും കൂടുതലായിട്ട് എന്തെങ്കിലും താങ്കൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും അവർ നമ്മളോട് പറയുക. പക്ഷേ ഈശോ അവനോട് ചോദിച്ചപ്പോൾ അവൻ്റെ ഉത്തരം, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഇതാണ് വിശ്വാസം. ദിസ് ഈസ് കോൾഡ് ഫെയ്ത്ത്. ആൻഡ് ഐ വിൽ സേ an അന്ധൻ, ഇവനൊരു അന്ധനാണ്. ആൻഡ് ഇറ്റ്സ് എ ബ്ലൈൻഡ് ഫെയ്ത്ത്. മുന്നോട്ടും പിന്നോട്ടും ഇല്ല, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. നമ്മളിൽ എത്ര പേർക്ക് ചങ്കുറപ്പോടെ തമ്പുരാനോട് ഇത് പറയാൻ പറ്റും? ഇവന് കേൾക്കാനേ സാധിക്കുകയുള്ളൂ, അല്ലേ? പലതവണ ഈശോയുടെ അത്ഭുതങ്ങളൊക്കെ മനുഷ്യർ പറഞ്ഞു പോകുന്നത് ഇവരുടെ ഈ അന്ധരുടെയൊക്കെ ചെവിക്ക് നല്ല കേൾവിയുണ്ടെന്ന് പറയാം. നമ്മുടെയൊക്കെ ഇരട്ടി കേൾവി ശക്തി ദൈവം കൊടുക്കും. ഒരു കുറവുള്ളെടുത്ത് മറ്റൊരു കഴിവ് മൂലം ദൈവം അത് പരിഹരിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും മനുഷ്യർ ഇവന് അതിലൂടെ ആ ജെറീക്കോയുടെ വഴിയരിയിലാണ് ഇവരിയ്ക്കുന്നത്. ജെറീക്കോയിലൂടെ കടന്നു പോകുന്നവർ സംസാരം ഇവൻ ഷാർപ്പായിട്ട് കേൾക്കുന്നുണ്ടാവും. ആ കാലങ്ങളിലെ സംസാരം മുഴുവൻ ഈശോയെക്കുറിച്ചായിരിക്കണം. തീർച്ചയായിട്ടും ഇത്രയും വലിയ അത്ഭുതം നടത്തുന്ന വലിയ പ്രവാചകൻ ഇവൻ അധികാരത്തോടുകൂടി അശുദ്ധാത്മാക്കളോട് സംസാരിക്കുന്നു, അവ അനുസരിക്കുന്നു, അതുപോലെ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ഇതൊക്കെ കേട്ട് അവൻ ഈശോ ആരെന്ന് ശക്തമായിട്ട് അവൻ്റെ ഉള്ളിൽ അവൻ പതിപ്പിച്ചു വെച്ചേക്കോ. എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. നമ്മളോട് ആരോടും പറയില്ല, എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ആവശ്യം ഒരന്ധൻ നമ്മളോട് പറയുമെന്ന്. ഈശോയോട് അവൻ പറഞ്ഞു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ അവന് കാഴ്ച ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പുറംകണ്ണ് തൻ്റെ ശാരീരികമായ അന്ധതയുടെ
തുറവിക്ക് വേണ്ടി യാചിച്ചവന് അവൻ്റെ അകക്കണ്ണുകൂടി തുറന്നു കൊടുക്കുന്ന ഒരു തമ്പുരാനെ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവൻ ഈശോയെ അനുഗമിച്ചത്? പിന്നീട് നമ്മൾ കാണുന്ന വാക്യം അതാണ്, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. അത് കണ്ടവരെല്ലാം ദൈവത്തെ സ്തുതിച്ചു. അപ്പോൾ വലിയൊരു അത്ഭുതം എന്ന് പറയുന്നത് ഒരുപക്ഷെ അവനും ദൈവത്തെ, ഈശോയെ അനുധാവനം ചെയ്തു എന്നുള്ളതാണ്. അവൻ്റെ ഉൾക്കണ്ണും തുറന്നു, അവൻ്റെ പുറംകണ്ണ് തുറന്നപ്പോൾ യഥാർത്ഥ സത്യത്തെ, ഈശോയെ, ഈ ഈശോയെയാണ് ഏലിയ സ്ലീവ മൂശ കാലത്ത് നമുക്ക് വെളിപ്പെടുത്തി തരിക. താബോർ മലയിലെ രൂപാന്തരീകരണത്തിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ഈ പ്രകാശിക്കുന്ന ഈശോയെ, ഈ പ്രകാശമായ ഈശോയെ. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈശോയെ ഹൃദയത്തിൽ വഹിക്കുന്നവരാണ്. ചലിക്കുന്ന സക്രാരികളാണ് ഓരോ കത്തോലിക്കനും. അപ്രകാരം വരുമ്പോൾ ഈശോയുടെ ഈ മുഖം പേറുന്നവരാവണം നമ്മൾ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കും അലിവുള്ള ഒരു ഹൃദയം ആവശ്യമാണ്. അലിവുള്ള ഹൃദയം, അലിയുന്ന ഹൃദയം, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് വെമ്പൽ കൊള്ളുന്നൊരു ഹൃദയമാണ്. നാളെ കഴിഞ്ഞ പരിശുദ്ധ അമ്മയുടെ ജന്മത്തിരുന്നാൾ നമ്മൾ ആചരിക്കുകയാണ്. ഈശോ കഴിഞ്ഞാൽ ഏറ്റവും അലിവുള്ള ഒരു ഹൃദയത്തിനുടമ പരിശുദ്ധ അമ്മയാണ്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനായിലെ കല്യാണ വിരുന്നിൽ ആ കുടുംബത്തിൻ്റെ കുറവിലേക്ക് അലിവോടെ കടന്നു വന്ന അമ്മ, എലീശോയെ പരിചരിക്കുന്നതിന് തിടുക്കത്തിൽ യൂദയായിലെ മലഞ്ചെരുവിലൂടെ സന്ധ്യയ്ക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട അമ്മ, അലിയുന്ന വലിയൊരു ഹൃദയത്തിൻ്റെ ഉടമയാണ് പരിശുദ്ധ അമ്മ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധി ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ശക്തി കേന്ദ്രമായി മാറിക്കൊണ്ട് ഈ വലിയൊരു അലിവ് അടിച്ചമർത്തപ്പെട്ട തൻ്റെ ജനത്തോട് കാണിക്കാൻ ഈ ഒരേ ഒരാൾ, ഈ ഒരു മനുഷ്യൻ തയ്യാറായപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന വലിയ സ്വപ്നമായിരുന്നത് യാഥാർത്ഥ്യമായിട്ട് മാറിയത്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആ യുഗത്തിൽ, 13-ാം നൂറ്റാണ്ടിലെ ആ ഇരുണ്ട യുഗമെന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിൽ സമ്പത്തിൻ്റെ വല്ലാത്ത നിരാളിപ്പിടുത്തത്തിൽ എല്ലാവരും വല്ലാണ്ട് ആഴപ്പെട്ട് ദൈവത്തെ മറന്ന് ജീവിച്ചൊരു കാലഘട്ടത്തിൽ ദാരിദ്ര്യമാണ് സമ്പത്തെന്ന് പറഞ്ഞ് ഒരുപാട് മനുഷ്യർക്ക് അന്ധത മാറ്റി വെളിച്ചം കൊടുത്ത ഫ്രാൻസിസ് അസീസി. ഇപ്രകാരം ഈശോയെ അറിഞ്ഞവരും ഈശോയുടെ അടുത്ത് വന്ന് ഫ്രാൻസിസ് അസീസി എപ്പോഴും ഈശോയോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് തൻ്റെ മാനസാന്തര കാലഘട്ടത്തിൽ അന്ധനോട് ഈശോ ചോദിക്കുന്നത്. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഇതേ ചോദ്യം ഫ്രാൻസിസ് അസീസി പലവരും ഈശോയോട് ചോദിച്ചിട്ടുണ്ട്. ലോർഡ്, വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഈശോയെ പോലെ ആവുക, 2-ാം ക്രിസ്തു എന്ന തലത്തിലേക്ക് അവൻ എത്തിച്ചേർന്നു. നമ്മുടെയൊക്കെ വിളി അവല്ലേ. ഏത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാണേലും ഈശോയെ പോലെ ആകുക, ഈശോയുടെ മുഖമാകുക, അലിവുള്ള ആർദ്രതയുള്ളൊരു ഹൃദയം ഒന്നാമതായി. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള നിരാലംബരെ, അന്ധരെ, കുരുടരെ, മുടന്തരെ, വേദനിക്കുന്നവരെ, അടിച്ചമർത്തപ്പെട്ടവരെ, പാവപ്പെട്ടവരെ ഒന്നും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നാമതായി ആർദ്രതയുള്ള, അലിവുള്ള ഒരു ഹൃദയത്തിന് നമ്മൾ ഉടമകളാവണം. നമ്മളെല്ലാവരും അതെ. പക്ഷേ ഈ ഒരു അറിഞ്ഞുകൊണ്ടുള്ളൊരു അവഗണന കാലാന്തരത്തിൽ ഒരു തിന്മ പോലെ നമ്മളെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അതിനെ മാറ്റിയെടുക്കണം. അപ്പോൾ അലിവുള്ളൊരു ഹൃദയത്തിന് ഉടമയായതിനു ശേഷം അവരെയൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങും. ഇനി പിന്നീട് തോന്നുന്ന ഒരു തോന്നലാണ്, ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, മറിച്ച് ഉള്ളലിഞ്ഞ് അവരെ സ്പർശിക്കുകയും കൂടെ വേണം. ശ്രദ്ധ മാത്രം പോരാ, സ്പർശനവും കൂടി ആവശ്യമാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മൾ തൊട്ടാലും അത്ഭുതം സംഭവിക്കും. കാരണം ക്രിസ്തുവിനെ വഹിക്കുന്നവരാണ് നമ്മൾ, ക്രിസ്തുവിനെ ഉള്ളിൽ പേറുന്നവരാണ് നമ്മൾ. ആ ഒരു ഉറപ്പോടുകൂടി നമ്മുടെ സ്പർശനങ്ങൾ അത് അത്ഭുതാവഹമായി തീരുമെന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഈ ഒരു വചനഭാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ആലംബരഹീനരും ബലഹീനരും പാപികളും അടിച്ചമർത്തപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ഇപ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഒന്ന് കണ്ണോടിച്ച് ആർക്കാണ് ഇന്നത്തെ ഈ മഹാമാരി, കൊറോണ അഥവാ COVID-19 എന്ന ഈ മഹാമാരിയിൽ നിന്ന് ഒരു എക്സെപ്ഷൻ, ഒരു വിടുതൽ ലഭിച്ചിട്ടുള്ളത്? ആർക്കുമില്ല. ഗ്ലോബലി ലോകം മുഴുവൻ അതിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ ഭീതിയോടെ കഴിയുകയാണ്. സമാധാനമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഇല്ല. ഈവിൾ, ഇതൊരു തിന്മയാണ്. നമുക്കതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് നമുക്കറിയില്ല. എങ്കിലും ഓടി അണയാനൊരിടമുണ്ട്. കർത്താവെ രക്ഷിക്കണേ, ഈ കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞ പോലെ ഈ ഒരു തിന്മയിൽ നിന്ന് ലോകത്തെ ഞങ്ങൾ രക്ഷിക്കണേ.
അതിന് തമ്പുരാനോട് പറയാനായിട്ട് അതിന് ഈ ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത് ആവശ്യമാണ്. അന്ധൻ്റേതിന് തുല്യമായ ഒരു വിശ്വാസം. കണ്ണുമടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ അത് നമുക്ക് നടത്തിത്തരും. അതുകൊണ്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിന് വേണ്ട കാര്യമാണ് സുവിശേഷത്തിൽ പറയുക. അലിവുള്ള ആർദ്രതയുള്ള ഒരു ഹൃദയം, അവരൻ്റെ വേദനകളിലേക്ക് തുറവിയുള്ള ഒരു ഹൃദയം, ശ്രദ്ധയോടുകൂടി മനസ്സലിഞ്ഞ് അവനെ സ്പർശിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവട്ടെ. അതിന് നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെതായ എല്ലാ കുറവുകളും പോരായ്മകളും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ചുറ്റുപാട് നടക്കുന്നതിനോട്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൻ്റെ ഈ വലിയ തിന്മ ഞങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ ഉള്ളപ്പോൾ അതിൻ്റെ ഒരു ഭീതിയിൽ, വേദനയിൽ കൊച്ചുങ്ങളെ തുടങ്ങി പ്രായമായവരെ പോലെ ആരെയും വിടാതെ ലോകം മുഴുവനെയും കാർന്നു തിന്നുന്ന ഈ വലിയ തിന്മയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. അതിന് കാരണം ഞങ്ങളുടെ കഠിന ഹൃദയമാണെങ്കിൽ, ഞങ്ങളുടെ തന്നെ പാപാവസ്ഥയും ഞങ്ങളുടെ തന്നെ കുറവും പോരായ്മയാണെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തെ ഒന്ന് നൈർമല്യമുള്ളതാക്കി അലിവുള്ള ഒരു ഹൃദയമുണ്ടായി പരസ്പരം കണ്ണു തുറവിയോടുകൂടി നോക്കി അവരുടെ കുറവുകളും പോരായ്മകളും തൻ്റേതായി കണ്ട് സ്വീകരിച്ച് അവനിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന മറ്റൊരു ക്രിസ്തുവായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.